ഒരു രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇടവേള എടുക്കാൻ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു. ശാരീരികമായ ചില കാരണങ്ങളും മറ്റു സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകളും കാരണമാണ് ഒന്ന് രണ്ടാഴ്ചയായിട്ട് വീഡിയോകളൊന്നും ചെയ്യാൻ കഴിയാതെ പോയത്. എന്തായാലും നമ്മുടെ ഖുർആൻ ക്ലാസ് ഇനി ഒരു അധ്യായം കൂടിയാണ് നമുക്ക് തീർക്കാനുള്ളത്. അത് ഉടനെ തന്നെ നമ്മൾ ആരംഭിക്കും. ഇന്ന് ഞാൻ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വലിയ ചർച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നു വരികയാണ്. ആരിഫ് ഹുസൈൻ ലണ്ടനിൽ പോയി എന്തോ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് രണ്ട് വിഭാഗം ആളുകൾ രണ്ട് തരത്തിലുള്ള ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇസ്ലാമിസ്റ്റുകളാകെ പെട്ടുകിടക്കുന്ന ഒരു വിഷയമാണ് വാപ്പാക്ക് മകളെ കല്യാണം കഴിക്കാൻ പറ്റും എന്ന് ഇസ്ലാമിൻ്റെ ഒരു മദ്ഹബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന പുതിയ വെളിപ്പെടുത്തൽ. ഇത് പുതിയ കാര്യമല്ല, ഇത് മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ ഇത് വല്ലാതെ ചർച്ചയായിരിക്കുകയാണ്. ഞാനതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് രണ്ട് ഇടപെടലുകൾ നടത്തിയിരുന്നു. ഫേസ്ബുക്കിൽ ഞാൻ മൗദൂദിയുടെ തഫ്സീറിൽ നിന്ന് ഒരു ചെറിയ സ്ക്രീൻഷോട്ട് ഇട്ടുകൊണ്ടാണ് അതിലാദ്യം ഇടപെട്ടത്. മൗദൂദി ഖുർആനിലെ 4-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലെ വ്യാഖ്യാനക്കുറിപ്പുകളുടെ കൂട്ടത്തിൽ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. വിവാഹം നിഷിദ്ധമായ സ്ത്രീകളുടെ ലിസ്റ്റ് പറയുന്നതാണ് പ്രസ്തുത ഖുർആൻ വാക്യം. അത് വിശദീകരിക്കുന്നതിനിടെ മൗദൂദി പറയുന്നത് ഷാഫി മദ്ഹബിൽ അവിഹിത ബന്ധത്തിലുണ്ടായ മകളാണെങ്കിൽ വാപ്പാക്ക് മഹറമല്ല, വാപ്പാക്ക് അവളെ കല്യാണം കഴിക്കാം എന്നാണ്. മറ്റു 3 മദ്ഹബുകളും അങ്ങനെ ഉണ്ടാവുന്ന മകളും യഥാർത്ഥ മകളായി തന്നെ കണക്കാക്കാം, അതുകൊണ്ട് മഹറമാണ് എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ആയത്തായിട്ട് ഇറക്കുകയും ആ ആയത്തിൽ കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ മദ്ഹബ് പണ്ഡിതന്മാർ ഖുർആനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ എഴുന്നള്ളിച്ചിട്ടുള്ളത്. ഈ കാര്യമൊക്കെ ഈ സൂക്തം വിശദീകരിക്കുമ്പോൾ തന്നെ ഖുർആൻ ക്ലാസ്സിൽ ഞാൻ വളരെ വ്യക്തമായി വിശദീകരിച്ച് കഴിഞ്ഞ കാര്യമാണ്. അള്ളാഹുവിൻ്റെ പിടിപ്പുകേട് കാരണമാണ് ഈ മദ്ഹബുകൾ ഉണ്ടായത്, ഗ്രൂപ്പുകൾ ഉണ്ടായത്. സകലമാന കാര്യങ്ങളിൽ എന്തൊക്കെ വിഷയങ്ങൾ ഇസ്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം ഈ മദ്ഹബുകൾ തമ്മിലും ഗ്രൂപ്പുകൾ തമ്മിലും അഭിപ്രായ ഭിന്നതകളാണ്. കാരണം ഒരു വിഷയവും മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമായോ ലളിതമായിട്ടോ ഈ ഖുർആനിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ പ്രചാരകർക്കും ഇത് കൈകാര്യം ചെയ്യുന്നവർക്കും വന്നു ചേർന്നത്. അള്ളാഹുവിൻ്റെ പിടിപ്പുകേട് എന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ്റെ പിടിപ്പുകേട്. കാരണം മുഹമ്മദിൻ്റെ ഫേക്ക് ഐഡിയ ആയിരുന്നു അള്ളാഹു. ഇവിടെ മകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കല്യാണം കഴിക്കാൻ പാടുള്ളവരും പാടില്ലാത്തവരുമായ പെണ്ണുങ്ങളുടെ ലിസ്റ്റിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മകൾ എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ പേരക്കുട്ടികൾ പെടൂലേ എന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഒരുപാട് തർക്കങ്ങൾ ഈ ഒരൊറ്റ ആയത്തിൻ്റെ താഴെ തന്നെ നമ്മൾ ആ ക്ലാസ്സിൽ ചർച്ച ചെയ്തു പോയതാണ്. ഇവിടെ ഞാൻ മൗദൂദിയുടെ തന്നെ ഒരു ഉദ്ധരണി എടുത്ത് ഈ സമയത്ത് പുറത്തുവിടാൻ കാരണം ജമാഅത്തെ ഇസ്ലാമിക്കാരും അതുപോലെയുള്ള ആളുകളൊക്കെ ഇവിടുത്തെ സുന്നികളായ സാധാരണക്കാർ ഫോളോ ചെയ്യുന്ന കർമ്മശാസ്ത്ര കിതാബുകളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊന്നും ഇസ്ലാമല്ല എന്ന് പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. അവർക്ക് മൗദൂദിയുടെ സാഹിത്യങ്ങൾ മാത്രമാണ് അവർ അംഗീകരിക്കുന്ന ഖുർആനും തഫ്സീറും ഒക്കെ. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരെ പോലെയുള്ള കാട്ടുകള്ളന്മാർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ മൗദൂദിയുടെ തന്നെ ഈ ഒരു ലിഖിതം അവിടെ പുറത്തുവിട്ടത്. കാരണം ഷാഫി മദ്ഹബിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഷാഫി മദ്ഹബിൻ്റെ കർമ്മശാസ്ത്ര കിതാബായ ഫത്തുൽ മുഈനിലും മറ്റു പുസ്തകങ്ങളിലും മാത്രമല്ല, മൗദൂദിയുടെ ഗ്രന്ഥത്തിൽ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് മൗദൂദിയുടെ ആ കുറിപ്പിൻ്റെ അവസാനം മൗദൂദിയുടെ തന്നെ ചന്തിക്ക് പീരങ്കി കൊണ്ട് വെടിവെക്കുന്ന തരത്തിൽ ഒരു വാചകം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ആ വാചകത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ആ വാചകത്തിൽ പറയുന്നത്? ഷാഫി മദ്ഹബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും മനുഷ്യൻ്റെ സ്വാഭാവികമായ ശുദ്ധ പ്രകൃതിക്ക് അസഹനീയമായ കാര്യമാണ് അത് എന്നാണ് മൗദൂദി
മൗദൂദിയുടെ അഭിപ്രായമായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിക്ക് അങ്ങനെ ചിന്തിക്കുന്നത് പോലും അസഹ്യമാണ് എന്നാണ് മൗദൂദി അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എങ്ങനെ ചിന്തിക്കുന്നത്? സ്വന്തം ബീജത്തിൽ നിന്ന് പിറന്ന മകളെ വിവാഹം ചെയ്യുന്നത് അനുവദനീയമാണ് എന്ന് ഒരു മതത്തിൻ്റെ മദ്ഹബിൽ പറയുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് തന്നെ സ്വാഭാവിക പ്രകൃതിക്ക് അസഹ്യമാണ് എന്നാണ് മൗദൂദി എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെയാണ് മൗദൂദിയുടെ തന്നെ ചന്തിക്ക് പീരങ്കി വെടിവെക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് മൗദൂദിസം എന്ന് പഠിക്കണം. മൗദൂദിയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്? മൗദൂദിയുടെ അടിസ്ഥാന ദർശനം എന്താണ്? മൗദൂദിയുടെ ഇസ്ലാമിക വീക്ഷണം എന്താണ്? മൗദൂദി പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ സാഹിത്യങ്ങളിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ള ആശയം എന്താണ് എന്ന് ഏറെക്കുറെ വായിച്ച് മനസ്സിലാക്കിയാലേ ഞാൻ ഈ പറഞ്ഞ പീരങ്കി വെടിയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം മൗദൂദി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉടനീളം മൗദൂദി മുസ്ലിം സമൂഹത്തോട് പറയാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയെ പരിഗണിക്കാൻ പാടില്ല എന്നാണ്. ശുദ്ധ പ്രകൃതിക്ക് അങ്ങനെ പലതും തോന്നും, പല കാര്യങ്ങളും അസഹ്യമായിട്ട് തോന്നും, പല കാര്യങ്ങളും അതല്ലേ ശരിയെന്ന് തോന്നും, അതല്ലേ നല്ലത് എന്ന് തോന്നും. പക്ഷേ ആ ശുദ്ധ പ്രകൃതിയല്ല നമ്മൾ പരിഗണിക്കേണ്ടത്. കാരണം നമ്മളെക്കാളിലൊക്കെ ബുദ്ധിയും വിവരമുള്ള പടച്ചോനാണ് നമുക്ക് കിതാബ് ഇറക്കി തന്നിട്ട് ശരിയും തെറ്റും പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ശുദ്ധ പ്രകൃതി അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അതാണല്ലോ ശരി എന്ന് പറഞ്ഞാലും അതിലേക്കല്ല നമ്മൾ ചായേണ്ടത്. മറിച്ച് കിതാബിൽ അള്ളാഹു എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നിർഭാഗ്യവശാൽ ഇന്ന് മുസ്ലിം സമൂഹം ലോകത്താകെ ശുദ്ധ പ്രകൃതിക്ക് പിന്നാലെ പോവുകയാണ് എന്ന് പരിതപിക്കുകയാണ് മൗദൂദി തൻ്റെ സാഹിത്യങ്ങളിലുടനീളം ചെയ്തിട്ടുള്ളത്. ആ മൗദൂദിയാണ് ഇവിടെ പറയുന്നത്, ബാപ്പ സ്വന്തം ബീജത്തിൽ പിറന്ന മകളെ കെട്ടുന്നു എന്ന് ഒരു മദ്ഹബിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അതുപോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിക്ക് അത് അസഹ്യമായി തോന്നുന്നു എന്ന്. അപ്പോൾ മൗദൂദി സാഹിബേ, മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിക്ക് അസഹ്യമായി തോന്നുന്നതൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമായി പഠിപ്പിച്ച മൗദൂദിക്ക് ഈ കാര്യത്തിൽ മാത്രം ശുദ്ധ പ്രകൃതിയുടെ അസഹ്യത എങ്ങനെ വിഷയമായി മാറിയത്? ഇവിടെ യുക്തിവാദികൾ ഇതുപോലുള്ള ശുദ്ധ പ്രകൃതിക്ക് അസഹ്യമായ കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ ആരോപിക്കാൻ എന്താണ് കാരണം? മുസ്ലിങ്ങളെല്ലാവരും സ്വന്തം മക്കളെ കല്യാണം കഴിക്കുന്നു എന്നതുകൊണ്ടാണോ? ലോകത്തെവിടെയെങ്കിലും മുസ്ലിമായ ഒരാൾ തൻ്റെ ബീജത്തിൽ പിറന്ന മകളാണ് എന്നറിഞ്ഞുകൊണ്ട് ഒരു മകളെ കല്യാണം കഴിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയും വിരളമാണ്. പിന്നെ മുസ്ലിങ്ങൾ ലോകത്തെവിടെ ഒരു കാലത്തും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം പിന്നെ എന്തിനാണ് യുക്തിവാദികൾ ഇന്ന് എടുത്തിട്ടിട്ട് മുസ്ലിങ്ങളെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നത്, പരിഹസിക്കുന്നത്? അതിന് കാരണം യുക്തിവാദം എന്ന് കേൾക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ ഇസ്ലാം മതവിമർശനം എന്ന് കേൾക്കുമ്പോഴേക്ക് എന്താണ് ഈ ഇസ്ലാമിസ്റ്റ് പ്രചാരകർ ആദ്യം കൊണ്ടുവരുന്ന സാധനം? അവരാദ്യം കൊണ്ടുവരുന്നത് യുക്തിവാദം എന്ന് പറഞ്ഞാൽ അത് തോന്നിയ മാതിരി ജീവിക്കലാണ്. അവർക്ക് അമ്മയും പെങ്ങളുമില്ല, അവർക്ക് അമ്മയെ ഭോഗിക്കാം, അവർക്ക് മകളെ ഭോഗിക്കാം, അവർക്ക് പെങ്ങളെ ഭോഗിക്കാം, അതാണ് യുക്തിവാദം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകൾ യുക്തിവാദത്തെ കേരളത്തിൽ നേരിട്ടിട്ടുള്ളത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എനിക്ക് 50 കൊല്ലത്തെ അനുഭവമുണ്ട്. ഞാൻ ഈ വിഷയവും പറഞ്ഞ് പൊതുരംഗത്തേക്ക് വരാൻ തുടങ്ങിയ കാലം തൊട്ട് 10,000-കണക്കിന് നാവുകളിൽ നിന്ന് ഈ ആരോപണം കേട്ടിട്ടുണ്ട്. മുഖത്ത് നോക്കി യാതൊരു ഉളുപ്പുമില്ലാതെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ അതിൻ്റെ ആൾക്കാരല്ലേ എന്ന്. ഏതെങ്കിലും യുക്തിവാദി അമ്മയെ ഭോഗിക്കുകയോ പെങ്ങളെ ഭോഗിക്കുകയോ മകളെ ഭോഗിക്കുകയോ ചെയ്തതുകൊണ്ടാണോ യുക്തിവാദികളുടെ നേരെ ഇസ്ലാമിസ്റ്റുകൾ ഈ ആരോപണം ഉന്നയിക്കുന്നത്? അല്ല. അത് മൗദൂദി പറഞ്ഞ ആ ഒരു സാധനം ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ്. എന്താണ്? മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിക്ക് അസഹ്യമായി തോന്നുന്ന ഒരു കാര്യം, ഡിസ്ഗസ്റ്റിംഗ് ആയി തോന്നുന്ന ഒരു കാര്യം, അറപ്പുളവാക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ ആളുകളെ പ്രകോപിപ്പിക്കാൻ കഴിയും, ആളുകളെ അതിൻ്റെ പേരിൽ പരിഹസിക്കാൻ കഴിയും. അവിടെ യുക്തിവാദികൾക്ക് നേരെ നിങ്ങൾക്ക് അമ്മയും പെങ്ങളും ഉണ്ടോ, അമ്മയും പെങ്ങളെയും ഭോഗിക്കലല്ലേ നിങ്ങളുടെ യുക്തിവാദം എന്ന് പറഞ്ഞു വരുമ്പോൾ യുക്തിവാദികൾ അമ്മയും പെങ്ങളെയും ഭോഗിക്കുന്നവരല്ല എന്ന് ഇവർക്കറിയാമെങ്കിലും അത് വിശ്വാസികൾക്കിടയിൽ യുക്തിവാദികളെക്കുറിച്ച് ഒരു അധമവികാരമുണ്ടാക്കാനും യുക്തിവാദികളെ പ്രകോപിപ്പിക്കാനും വേണ്ടി ഈ ശുദ്ധപ്രകൃതിക്ക് അസഹ്യമായ കാര്യം എടുത്ത് ഉന്നയിക്കുക എന്നതാണ് അതിൻ്റെ മനഃശാസ്ത്രം.
അതുകൊണ്ടാണ് അതേ സാധനം എടുത്ത് തിരിച്ചടിക്കാൻ യുക്തിവാദികളും ഇസ്ലാമിൻ്റെ കിതാബുകളിൽ നിന്ന് ഈ മാതിരി ശുദ്ധപ്രകൃതിക്ക് അസഹ്യമായ കാര്യങ്ങൾ പുറത്ത് വിടുന്നത്. ഇനി എന്താണ് ഈ ശുദ്ധപ്രകൃതി? എവിടുന്നാണ് ഈ ശുദ്ധപ്രകൃതി വരുന്നത്? അതിനെക്കുറിച്ച് വിശദമായി ഞാൻ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ ദിവസവും പത്രങ്ങളിൽ വരുന്ന വാർത്തയാണ് മദ്രസയിലെ ഉസ്താദ് കുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ളത്. മദ്രസകളിൽ ദീൻ പഠിക്കാൻ വരുന്ന, ദീനിൻ്റെ ധാർമ്മികത പഠിക്കാൻ വരുന്ന പിഞ്ചു കുട്ടികളെ ലൈംഗികമായി അതിക്രമം കാണിക്കുന്ന ഈ ഉസ്താദുമാർ ആരെങ്കിലും ആ ഉസ്താദുമാരുടെ സ്വന്തം വീട്ടിലുള്ള സ്വന്തം മക്കളെയോ അല്ലെങ്കിൽ സ്വന്തം സഹോദരിമാരെയോ സ്വന്തം ഉമ്മമാരെയോ ഏതെങ്കിലും തരത്തിൽ ലൈംഗികമായി ഉപദ്രവിച്ചതിൻ്റെ വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? വളരെ അപൂർവമായി മാത്രമേ കേൾക്കാറുള്ളൂ. പക്ഷേ ഇതോ, ദീൻ പഠിക്കാൻ വരുന്ന പിഞ്ചു കുട്ടികളെ പീഡിപ്പിച്ചതിൻ്റെ വാർത്തകളില്ലാത്ത ഒരു ദിവസം നമ്മൾ കടന്നു പോകുന്നില്ല. എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ഉസ്താദുമാർക്ക് സ്വന്തം വീട്ടിൽ മക്കളും പെങ്ങന്മാരും ഉമ്മമാരും ഒക്കെ ഉണ്ടായിരിക്കെ അവരെ ഒന്നും തൊടാതെ ഈ പഠിക്കാൻ വരുന്ന, മദ്രസയിൽ പഠിക്കാൻ വരുന്ന പിഞ്ചു കുട്ടികളെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഈ പണി ചെയ്യുന്നു? അവിടെയാണ് ശുദ്ധപ്രകൃതിക്ക് അസഹ്യം എന്ന് പറഞ്ഞ ഈ സാധനം വരുന്നത്. മൗദൂദി ശുദ്ധപ്രകൃതിക്ക് അസഹ്യമായി തോന്നുന്ന എന്ന് പറഞ്ഞതിൻ്റെ മനഃശാസ്ത്രവും അതിൻ്റെ ലൈംഗിക ശാസ്ത്രവും അതിൻ്റെ നരവംശാസ്ത്രവും ഒക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ മൗദൂദിസം എന്തുകൊണ്ടാണ് ശുദ്ധപ്രകൃതിക്ക് അസഹ്യം എന്ന് പറയാൻ യോഗ്യതയില്ലാത്ത ഒരാശയമാകുന്നത് എന്നും മൗദൂദി ഇവിടെ പറഞ്ഞത് എന്തുകൊണ്ടാണ് മൗദൂദിയുടെ സ്വന്തം ചന്തിക്ക് നേരെയുള്ള പീരങ്കി വെടിയാകുന്നത് എന്നുമാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാനൊക്കെ യുക്തിവാദിയാവാൻ കാരണം, ഞാനൊക്കെ ഈ മതം വിടാനുള്ള കാരണം ശുദ്ധപ്രകൃതിക്ക് അസഹ്യമായ നിരവധി കാര്യങ്ങൾ ഈ മതത്തിൽ കണ്ടു എന്നതുകൊണ്ടാണ്. ഞാൻ ആദ്യമായി ഖുർആൻ അർത്ഥമറിഞ്ഞ് വായിക്കുന്നത് എൻ്റെ 17-18 വയസ്സ് പ്രായമുള്ള സമയത്താണ്. ആ സമയത്ത് അത് വായിക്കുമ്പോൾ എൻ്റെ ശുദ്ധപ്രകൃതിക്ക് അസഹ്യമായി തോന്നിയ നിരവധി വൃത്തികേടുകൾ ആ ഖുർആനിൽ കണ്ടതുകൊണ്ടാണ് എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടത്. അവിടെ എൻ്റെ ശുദ്ധപ്രകൃതിയും എൻ്റെ വിശ്വാസവും തമ്മിലുള്ള വലിയൊരു സംഘട്ടനം എൻ്റെ മനസ്സിൽ നടന്നു. ആ സംഘട്ടനത്തിൽ എൻ്റെ വിശ്വാസം പരാജയപ്പെടുകയും എൻ്റെ ശുദ്ധപ്രകൃതി അല്ലെങ്കിൽ എൻ്റെ ശുദ്ധപ്രകൃതിയുടെ അസഹ്യത മുന്നിട്ട് നിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് ഞാനൊക്കെ ഒരു മതനിഷേധിയായിട്ട് മാറിയത്. ആ മതനിഷേധം പൊതുരംഗത്തിറങ്ങി പറയാനും ഇതൊരു ജീവിത ചര്യയാക്കി, ഇതൊരു ജീവിത നിയോഗമാക്കി തീരുമാനിക്കാനുമുള്ള കാരണം വേറെയാണ്. അതിന് കാരണം ഈ മതപ്രബോധകർ നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശുദ്ധപ്രകൃതിക്ക് അസഹ്യമായ നിരവധി വൃത്തികേടുകൾ കണ്ട് ആ വൃത്തികേടുകളോടുള്ള എൻ്റെ ശുദ്ധപ്രകൃതിയുടെ പ്രതികരണം എന്ന നിലക്കാണ്. അത് ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. മറ്റു മതക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളെ മതം പോക്കാണ്, നമ്മളെ മതമാണ് ശരി, ഇങ്ങോട്ട് പോരും എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ വൃത്തികെട്ട കലാപരിപാടി കണ്ട് ആ കലാപരിപാടിയിൽ നുണകൾ മാത്രം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കബളിപ്പിക്കുന്നത് കണ്ടിട്ട് എൻ്റെ ശുദ്ധപ്രകൃതിക്ക് അത് അസഹ്യമായി, ഈ വഞ്ചന അസഹ്യമായി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിനെതിരായി ശബ്ദിക്കേണ്ടത് എൻ്റെ ഒരു ധാർമ്മിക ചുമതലയാണ് എന്ന് തീരുമാനിക്കുന്നത്. ഇതെല്ലാം ശുദ്ധപ്രകൃതിയുടെ അസഹ്യതയുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ഖുർആനിൽ ഞാൻ കണ്ട ശുദ്ധപ്രകൃതിക്ക് അസഹ്യമായ കാര്യങ്ങൾ? അത് മൗദൂദി പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി തന്നെ പറയാം. മൗദൂദി ജീവിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിലും പിന്നീട് സ്വതന്ത്ര പാകിസ്ഥാനിലും കൂടി ആയിട്ടാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നത് ജനാധിപത്യത്തിനും സെക്യുലറിസത്തിനുമൊക്കെ വലിയ പ്രഭാവം ലോകത്താകമാനം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ലോകത്തെല്ലായിടത്തും മനുഷ്യരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ചില സാമൂഹ്യ മൂല്യങ്ങളുണ്ട്, രാഷ്ട്രീയ ദർശനങ്ങളുണ്ട്. അതാണ് ജനാധിപത്യം, മതേതരത്വം, ലിബറലിസം പോലെയുള്ള മൂല്യങ്ങൾ, മനുഷ്യാവകാശങ്ങൾ, ലിംഗനീതി തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങൾ. ഈ മൂല്യങ്ങൾക്കൊക്കെ ലോകമാകെ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുകയും ജനാധിപത്യവും മതേതരത്വമൊക്കെ ഒരു രാഷ്ട്രീയ ദർശനമായിട്ട് ലോകത്തെ പരിഷ്കൃത സമൂഹങ്ങളിലെല്ലാം വികസിച്ചു വരികയും ചെയ്ത ഒരു കാലത്താണ് മൗദൂദി
മൗദൂദിൻ്റെ പാൻ ഇസ്ലാമിസവും പൊളിറ്റിക്കൽ ഇസ്ലാമിസവുമായിട്ട് രംഗത്ത് വരുന്നത്. അപ്പോൾ മൗദൂദിയുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മൗദൂദി ഈ പറഞ്ഞ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയുടെ അസഹ്യതയായിരുന്നു. ആ ശുദ്ധ പ്രകൃതിയുടെ അസഹ്യതയ്ക്ക് മൗദൂദിയുടെ ഇസ്ലാം വലിയ ഒരു ഇരയായി മാറുന്നു എന്ന് മൗദൂദി തിരിച്ചറിഞ്ഞു. കാരണം ജനാധിപത്യം അത് കൊള്ളാമല്ലോ, അത് നല്ലൊരു ആശയമാണല്ലോ എന്ന് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി മനുഷ്യരോട് സ്വാഭാവികമായും പറയാൻ തുടങ്ങി. അപ്പം മനുഷ്യർക്കെല്ലാം ജനാധിപത്യം എന്നുള്ള വ്യവസ്ഥ അത് കൊള്ളാവുന്ന ഒരു വ്യവസ്ഥയാണ് എന്ന് തോന്നി തുടങ്ങി. മതേതരത്വം അത് തിരക്കിടില്ല. പല മതങ്ങളിലായി പല സമൂഹങ്ങളിലായി ജീവിക്കുന്ന മനുഷ്യർ ഒരു രാഷ്ട്രത്തിന് കീഴിൽ വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും അവരവരുടെ മതവിശ്വാസം അനുസരിച്ചും മതാചാരങ്ങളനുസരിച്ചും സ്വതന്ത്രമായി ജീവിക്കാനും പരസ്പര സ്നേഹത്തോടെ സഹകരിച്ച് ജീവിക്കാനുമുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു ദർശനമാണ് മതേതരത്വം. ആ മതേതരത്വം മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിക്ക് യോജിച്ചതാണ്. ആ മതേതരത്വത്തെയും ആ ജനാധിപത്യത്തെയും ഈ മൗദൂദി വിശേഷിപ്പിച്ചത് റൗഡിസം എന്നാണ്, തോന്നിവാസം എന്നാണ്. എന്താ കാരണം എന്നറിയോ? ജനാധിപത്യത്തിൽ മനുഷ്യർക്കാണ് അധികാരം, ജനാധിപത്യത്തിൽ മനുഷ്യരാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, ജനാധിപത്യത്തിൽ മനുഷ്യരാണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നത്, എല്ലാം മനുഷ്യൻ്റെ കൈകളിലാണ്. മനുഷ്യർ സ്വയമേവ നിയമങ്ങൾ ഉണ്ടാക്കുകയും മനുഷ്യർ സ്വയമേവ നിയമങ്ങൾ അനുസരിക്കുകയും മനുഷ്യർ സ്വയമേവ തീരുമാനങ്ങൾ എടുക്കുകയും മനുഷ്യർ സ്വയമേവ മനുഷ്യരെ ഭരിക്കുകയും ഒക്കെ ചെയ്യുന്നത് തെമ്മാടിത്തമാണ്, തോന്നിവാസമാണ്. ഒരു റൗഡി വന്നിട്ട് അയാളുടെ ഇഷ്ടമനുസരിച്ച് പെരുമാറിയാൽ നമ്മൾ അയാളെ റൗഡി എന്ന് വിളിക്കും. ഇവിടെ ഒരു റൗഡിക്ക് പകരം ഒരു കൂട്ടം മനുഷ്യർ ഒന്നിച്ച് ഇതുപോലെ അവരവർക്ക് തോന്നിയത് നിയമങ്ങളാക്കുകയും അതനുസരിച്ച് ഭരണം നടത്തുകയും അതനുസരിച്ച് കാര്യങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്താൽ അതൊരു കൂട്ടം മനുഷ്യർ റൗഡി ആയതാണ്. അതുകൊണ്ട് ജനാധിപത്യം റൗഡിസമാണ് എന്നാണ് മൗദൂദി എഴുതി വെച്ചിട്ടുള്ളത്. മൗദൂദിയുടെ കിതാബുകളൊക്കെ എടുത്ത് വായിച്ചു നോക്കൂ. മതേതരത്വത്തെക്കുറിച്ചും അത് തന്നെയാണ് മൗദൂദി പറയുന്നത്. അള്ളാഹു ഒരു മതമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അള്ളാഹു എന്ന് പറയുന്ന ഒരു പടച്ചോൻ മാത്രമേ ഉള്ളൂ. ആ പടച്ചോൻ മനുഷ്യരെങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിന് ഒരു നിയമസംഹിത ഇറക്കി തന്നിട്ടുണ്ട്. അതല്ലാത്ത ഒരു മതത്തെയും അംഗീകരിക്കാൻ പറ്റില്ല, മുസ്ലിം അല്ലാത്ത എല്ലാവരും വെറുക്കപ്പെടേണ്ടവരാണ് എന്ന തന്നി വൃത്തികെട്ട വർഗീയതയായിരുന്നു മൗദൂദി ദർശനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. എന്നാൽ മൗദൂദി കൊണ്ടുവരുന്ന ഈ സാധനം, ഇസ്ലാം എന്ന ഈ സാധനമൊക്കെ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിക്ക് സ്വാഭാവികമായും അസഹ്യമായി തോന്നുന്ന, ഡിസ്ഗസ്റ്റിംഗ് ആയി തോന്നുന്ന, അറപ്പുളവാക്കുന്ന ആശയങ്ങളായിരുന്നു. അതുകൊണ്ടാണ് മൗദൂദിക്ക് ഇതിനോട് ഏറ്റുമുട്ടേണ്ടി വന്നത്. മൗദൂദി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ജനാധിപത്യം, മതേതരത്വം, മനുഷ്യാവകാശങ്ങൾ, ലിബറലിസം തുടങ്ങിയിട്ടുള്ള ആധുനിക മൂല്യങ്ങൾക്ക് മനുഷ്യർക്കിടയിൽ സ്വീകാര്യത കിട്ടുന്നു എന്നതും ഈ മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള പ്രാകൃതമായ ഗോത്രദർശനങ്ങളോട് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിക്ക് അസഹ്യത തോന്നുന്നു എന്നതുമാണ് മൗദൂദിക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയത്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയെ തെറ്റാണ് എന്നും മനുഷ്യർക്ക് നല്ലതാണെന്ന് തോന്നുന്നതൊന്നും നല്ലതല്ല എന്നും മനുഷ്യർക്ക് തെറ്റാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഒരു കാര്യം തെറ്റാവുകയില്ല എന്നും യാതൊരു ഉളുപ്പുമില്ലാതെ അടിമത്വത്തെ വരെ ന്യായീകരിച്ചുകൊണ്ട് മൗദൂദി നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു. മൗദൂദിയുടെ ദർശനം എന്ന് പറയുന്നതിൻ്റെ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിക്കെതിരാണ് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്ന ദർശനമാണ്. എന്നിട്ട് മനുഷ്യരോട് നിങ്ങളുടെ ശുദ്ധ പ്രകൃതിക്കനുസരിച്ചല്ല നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, നിങ്ങൾ ജീവിക്കേണ്ടത്. ആ ശുദ്ധ പ്രകൃതിക്ക് അസഹ്യമാണെങ്കിൽ പോലും ദൈവത്തിന് നമ്മളെക്കാൾ ബുദ്ധിയും വിവരമുള്ളതുകൊണ്ട് ദൈവം ഇറക്കി തന്ന കിതാബിൽ എന്ത് മണ്ടത്തരം പറഞ്ഞാലും എന്ത് വൃത്തികേട് പറഞ്ഞാലും അതൊന്നും മണ്ടത്തരമായിട്ടും വൃത്തികേടായിട്ടും മനസ്സിലാക്കാതെ അത് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കലാണ് മനുഷ്യൻ്റെ കടമ എന്നുമാണ് മൗദൂദി പഠിപ്പിച്ചത്. അതുതന്നെയാണ് എല്ലാ ഇസ്ലാമിക മൗലികവാദികളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മൗദൂദി ഈ മകളെ കെട്ടുന്ന കാര്യം പറയുന്നിടത്ത്, ഷാഫി മദ്ഹബിൻ്റെ കാര്യം പറയുന്നിടത്ത് മാത്രം വന്നിട്ട് ശുദ്ധ പ്രകൃതിക്ക് അസഹ്യമാണ് എന്ന് എഴുതി വെച്ചത് മൗദൂദിക്ക് തന്നെ എതിരായി നടത്തുന്ന പീരങ്കി വെടിയാണ് എന്ന്. നോക്കൂ നിങ്ങൾ, ജനാധിപത്യവും മതേതരത്വവും ഒക്കെ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിക്ക് വളരെ യോജിച്ച ആശയങ്ങളാണ്. അതൊക്കെ നമുക്ക് വളരെ സ്വാഭാവികമായി തന്നെ, സഹജമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഖുർആൻ ആദ്യമായി വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അസഹ്യത തോന്നിയത്, ഏറ്റവും കൂടുതൽ അറപ്പ് തോന്നിയത് ഖുർആനിലുള്ള അത്തരത്തിലുള്ള വർഗീയത പറയുന്ന പരാമർശങ്ങളാണ്. അതുപോലെ തന്നെ മനുഷ്യരെ അടിമകളായ സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കാം, അവർക്ക് ഭർത്താവുണ്ടെങ്കിലും യജമാനന് ഭോഗിക്കാം തുടങ്ങിയിട്ടുള്ള അങ്ങേയറ്റം ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള അങ്ങേയറ്റം മറപ്പുളവാക്കുന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ കണ്ടപ്പോഴാണ് എൻ്റെ ശുദ്ധ പ്രകൃതിക്ക് ഈ പുസ്തകം അസഹ്യമായി തോന്നിയത്. എൻ്റെ ഖുർആൻ വായനയിൽ പലതവണ ഞാൻ എൻ്റെ ഖുർആൻ എടുത്തെറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ശുദ്ധ പ്രകൃതിക്ക് അത്രമാത്രം അസഹ്യമായ കാര്യങ്ങൾ അതിൽ കാണുമ്പോൾ. എന്നിട്ട് പിന്നെ ഞാൻ പോയിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് വീണ്ടും വന്ന് എടുത്തുകൊണ്ട് എന്നിട്ട് വായിക്കുക ചെയ്യുക. ഞാൻ ഖുർആൻ എടുത്ത് ദൂരെ എറിഞ്ഞത് ഈ ഒരു വാക്യം വായിക്കുമ്പോഴാണ്. ഒരു അടിമ പെണ്ണിന് ഭർത്താവ് ഉണ്ടെങ്കിലും ശരി, ആ പെണ്ണിൻ്റെ ഉടമസ്ഥന് അവളെ ഭോഗിക്കാമെന്ന് പറയുന്ന ഖുർആനിലെ 4:24 അതിൻ്റെ വ്യാഖ്യാനവും വായിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം എടുത്തിട്ട് ദൂരെ എറിഞ്ഞത്. പിന്നെ ഞാൻ കുറേ സമയം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് എടുത്തിട്ട് വായിക്കുക ചെയ്ത്. കാരണം എനിക്കത് വായിച്ചതോടുകൂടി എനിക്ക് പിന്നെ സഹിക്കാൻ പറ്റില്ല. ഈ മൗദൂദി പറഞ്ഞ ആ ശുദ്ധ പ്രകൃതി എന്നെ വല്ലാതെ ഇമോഷണലായിട്ട് വല്ലാത്തൊരു ഷോക്ക് അടിപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് വലിച്ചെറിഞ്ഞത്. ഇതിന് എന്തൊക്കെ ന്യായീകരണങ്ങൾ ഇന്ന് ഈ ഇസ്ലാമിൻ്റെ ആളുകൾ പറഞ്ഞാലും ശരി, അത് അവർക്ക് പോലും അറിയാം. അവരുടെ പോലും ശുദ്ധ പ്രകൃതിക്ക് അസഹ്യമായ കാര്യങ്ങളാണ് അവർ പറയുന്നത്. അറപ്പുളവാക്കുന്ന കാര്യങ്ങളെ ന്യായീകരിക്കേണ്ടത് ഒരു ഗതികേടാണെന്ന് അവർക്ക് തന്നെ അറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ കന്നുകാലികളെ പോലെ ചന്തയിൽ പോയി വാങ്ങുക, എന്നിട്ട് അവരെ കൊണ്ട് കന്നുകാലികളെ പോലെ പണിയെടുപ്പിക്കുക, അതിലുള്ള മനുഷ്യ സ്ത്രീകളെ അതുപോലെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ആ സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുക, സുഖമായിട്ട് സ്വതന്ത്രമായിട്ടും കിടന്നുറങ്ങിയിരുന്ന മനുഷ്യരെ അവരുടെ വീടും ഗോത്രവും പോയി വളഞ്ഞിട്ട് അവരെല്ലാം പിടിച്ചു കെട്ടിക്കൊണ്ടെന്ന് അടിമകളാക്കിയിട്ട് ആ സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിലിട്ടുകൊണ്ട് ആ യുദ്ധപ്പറമ്പിലിട്ടുകൊണ്ട് തന്നെ ബലാത്സംഗം ചെയ്യുക, എന്നിട്ട് അതിനൊക്കെ അള്ളാഹു ആയത്തിറക്കി കൊടുക്കുക. ഇതൊക്കെ എങ്ങനെയാണ് ശുദ്ധ പ്രകൃതിക്ക് അസഹ്യമല്ലാതായി മാറുക? ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങൾ. സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അടിമകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കാഫറുകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ നമ്മൾ കുറച്ച് മുസ്ലിങ്ങളും വേറെ കുറേ മതക്കാരും പല ജാതിക്കാരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളൊക്കെ അവരുടെ കൂടെ കളിച്ചു വളർന്നവരാണ്. മറ്റു മതക്കാരും മറ്റ് ജാതിക്കാരുമായിട്ടുള്ള ആളുകളുമായിട്ട് കളിച്ചു വളർന്നവരാണ്. നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ് അവർ എന്ന ചിന്ത സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ വരുന്നു. അവർ കാഫറുകളാണെന്നും അവർ വെറുക്കപ്പെടേണ്ടവരാണെന്നും അവർ നരകത്തിലെ വിറകാണ് എന്നും ഈ കിതാബിലും ഇതുപോലെ പഠിപ്പിക്കുന്ന കിതാബുകളിലും കാണുമ്പോൾ അത് നമുക്ക് അറപ്പുളവാക്കുന്ന കാര്യമായിട്ട് അനുഭവപ്പെടുകയാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മനുഷ്യത്വമുള്ളവർക്ക്, സഹജമായ കുറച്ച് മനുഷ്യത്വം കൂടുതലുള്ളവർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു മനസ്സിൻ്റെ ഉടമസ്ഥനായിട്ടാണ് ഞാൻ ജനിച്ചത് എന്നതുകൊണ്ടാണ് എനിക്കിത് ആ പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ശുദ്ധ പ്രകൃതിക്ക് അസഹ്യമായി തോന്നിയത്, കുറച്ചധികം അസഹ്യമായി തോന്നിയത്. ആ അസഹ്യതയും ഈ വിശ്വാസവും തമ്മിലുള്ള പോരാട്ടത്തിൽ എൻ്റെ വിശ്വാസം പരാജയപ്പെടുകയും ഈ അസഹ്യത വിജയം വരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഒരു മനുഷ്യനാവാൻ തീരുമാനിച്ചത്. മതം വേണ്ട എന്ന് വെക്കുന്നത് അങ്ങനെയാണ്. അവിടെയാണ് മൗദൂദി അസഹ്യതയെക്കുറിച്ച് പറയുന്നത്. അസഹ്യമായതെല്ലാം നമ്മൾ സ്വീകരിക്കണം, അള്ള പറഞ്ഞതാണെങ്കിൽ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളാണ് മൗദൂദി. ആ മൗദൂദിയാണ് ഈ സാധനം അവിടെ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. ഈ വൈരുദ്ധ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. ഇനി എന്തുകൊണ്ടാണ് മകളോടും അമ്മയോടും സഹോദരിമാരോടും ഒക്കെ ഒരാൾക്ക്, ഒരു പുരുഷന് തിരിച്ച് ഈ സ്ത്രീകൾക്ക് ഇവരോടും ലൈംഗികമായ ആകർഷണം തോന്നാത്തത്? എന്തുകൊണ്ടാണ് പഠിക്കാൻ വരുന്ന കുട്ടികളെ പീഡിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് പോലും ആ ഉസ്താദുമാരുടെ വീട്ടിൽ ചെന്നാൽ അവരുടെ സ്വന്തം മക്കളെയോ അല്ലെങ്കിൽ സ്വന്തം സഹോദരിമാരെയോ സ്വന്തം ഉമ്മമാരെയോ പിടിച്ച് ഇതുപോലെ ലൈംഗികമായി പീഡിപ്പിക്കാൻ തോന്നാത്തത്? ആ തോന്നാതിരിക്കാനുള്ള കാരണം നരവംശാസ്ത്രവും മനുഷ്യൻ്റെ മനഃശാസ്ത്രവുമൊക്കെ 19-ാം നൂറ്റാണ്ട് മുതൽ തന്നെ പഠനം നടത്തി പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും അടുത്ത കാലത്ത് 2024 പോലും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകളുണ്ട്. ഞാൻ നമ്മളെ AI ഉസ്താദിനോട്, ആ ഉസ്താദാണല്ലോ ഇപ്പോൾ ഏറ്റവും ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ തരുന്ന ഉസ്താദ്, ഇസ്ലാമിസ്റ്റുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദാണ് AI ഉസ്താദ്, ജെമിനിയും ChatGPT ഒക്കെ. ഞാൻ ഈ ഉസ്താദുമാരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരുപാട് വിവരങ്ങൾ എനിക്ക് തന്നു. ആ വിവരങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ്
അസഹ്യത തോന്നുന്നത്, ശുദ്ധ പ്രകൃതിക്ക് അസഹ്യമായി തോന്നുന്നത്, സ്വന്തം ബീജത്തിൽ പിറന്ന മകളാണെങ്കിൽ കല്യാണം കഴിക്കാം എന്ന് പറയുന്നത് പോലും അസഹ്യമായി എന്തുകൊണ്ടാണ് തോന്നുന്നത്? എന്തുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ആളുകൾ യുക്തിവാദികളുടെ നേരെ അമ്മപെങ്ങൾ ഭോഗവുമായി വരുന്നത്? എന്തുകൊണ്ടാണ് യുക്തിവാദികൾ തിരിച്ച് ഇസ്ലാമിൻ്റെ കിതാബുകളിൽ നിന്ന് ഇന്ന് മുസ്ലിങ്ങളാരും ചെയ്യാത്ത, ഷാഫി മദ്ഹബുകാർ പോലും ചെയ്യാത്ത ഈ കാര്യങ്ങൾ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വരുന്നത്? അതിൻ്റെ ഒക്കെ കാരണമാണ് അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയാം.